ഗുഡ് മോർണിംഗ് ടു എവറി വൺ. നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ പതുക്കെ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ സാധാരണ എന്ത് ഉപയോഗിക്കുന്നത്? ഗെറ്റ്. എന്താ ഉപയോഗിക്കുക? ഗെറ്റാണ് ഉപയോഗിക്കാറ്. ഗെറ്റ്. ഞാനൊരു ഉദാഹരണം പറയാം. കുറച്ച് ഉദാഹരണം പറയാം. ഞാൻ പറയാണ്, എനിക്ക് പേടി തോന്നുന്നുണ്ട്. എനിക്ക് പേടി തോന്നുന്നുണ്ട് അല്ലേ? പേടി സംഭവം എന്നാണ്, അത് നാച്ചുറലാണ് അല്ലേ? അതുപോലെ എനിക്ക് വിശക്കുന്നുണ്ട്, അല്ല വിശപ്പ് വരുന്നുണ്ട്, അല്ല എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എടാ നീ വയസ്സായി വരികയാണല്ലോ അല്ലേ? ഇതൊക്കെ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ പതുക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ പതുക്കെ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രക്ചർ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു ഫോർമുലയാണ്, സ്ട്രക്ചറാണ്. അതാണ് എന്താണ്? ഈസ് എം ആർ പ്ലസ് അതിൻ്റെ കൂടെ ഗെറ്റിംഗ് വെർബ് ING ഫോം, അത് കഴിഞ്ഞിട്ട് ഒരു അഡ്ജക്റ്റീവ് ചേർക്കുക. ഓക്കെ, കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് അഡ്ജക്റ്റീവ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബോർഡ്. ബോർഡ് എന്ന് പറഞ്ഞാൽ ബോറാവുക, അല്ല ബോർ ഫീലിംഗ് തോന്നുക. അതുപോലെ നെർവസ് എന്ന് പറഞ്ഞാൽ പേടി തോന്നുക. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം. ഡാർക്ക് ഇരുട്ടാകുക. ഓൾഡ് എന്ന് അറിയാവുന്നതാണ്, വയസ്സാകുക. ഹോട്ട് അല്ലേ, ചൂട്. കോൾഡ് തണുപ്പ്. സാഡ് ദുഃഖം. അതുപോലെ എംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യം. ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശപ്പ് അല്ലേ. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്. വീക്ക് എന്നാണ്, ഇത് വീക്ക്, ഇത് സ്ട്രോങ്. ഇതൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് എന്താണ് അഡ്ജക്റ്റീവ്സുകളാണ്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. അപ്പോൾ ഒന്നുകൂടി പറയാണ്, ഈ ഒരു ഫോർമുല നമ്മൾ എപ്പോൾ ഉപയോഗിക്കുക? നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പതുക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത് പറയാണ്, ഈ സിനിമ എനിക്ക് ബോറടിക്കുന്നു. ഈ സിനിമ എനിക്ക് ബോറടിക്കുന്നു. നിങ്ങൾ മൂവി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോയി. ഓക്കെ, തിയേറ്ററിൽ എത്തിയപ്പോൾ മൂവി സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊരു ബോറിംഗ് ഫിലിമാണ്. ബോറിംഗ് അല്ലേ, ഒരു ബോറിംഗ് മൂവിയാണ്. ഈ ബോറടിക്കുക എന്നുള്ളത് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമാണോ? പെട്ടെന്ന് തന്നെ മൂവി ഓൺ ആയപ്പോൾ തന്നെ എനിക്ക് ബോറടിച്ചു. നോ. ബോറിംഗ് എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ്. എന്താണ്? ഒരു സ്ലോ പ്രോസസ്സ് അല്ലേ, പതുക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം? ഈ സിനിമ എനിക്ക് ബോറടിക്കുന്നു. അപ്പം എനിക്ക് ഞാൻ ഐ അല്ലേ, അതിൻ്റെ കൂടെ ഞാൻ ചേർക്കും എം. ഐ ആം. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഗെറ്റിംഗ്. ഇത് ഫിക്സ്ഡ് ആണ്. ഐ ആം ഗെറ്റിംഗ്. ഇനി നമുക്ക് ചേർക്കാം എന്ത്? ബോറടിക്കുക. ഐ ആം ഗെറ്റിംഗ് ബോർഡ്. എന്താ കാരണം? ഈ സിനിമ അല്ലേ, വിത്ത് ദിസ് മൂവി. ഓക്കെ, അപ്പം എന്തായി? അങ്ങനെ ഐ എം ഗെറ്റിംഗ് ബോർഡ് വിത്ത് ദിസ് മൂവി. ഓക്കെ, വിത്ത് ദിസ് മൂവി. ഇനി അടുത്താണ്, എൻ്റെ പേരൻസിന് പ്രായമായി വരികയാണ്. പ്രായം അല്ലേ, ഇതൊരു നാച്ചുറൽ അല്ലേ. പ്രായം കൂടി വരിക എന്നുള്ളത് നാച്ചുറൽ പ്രോസസ് അല്ലേ. നാച്ചുറലാണ്, മാത്രമല്ല ഇതൊരു സ്ലോ പ്രോസസ്സാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് പറയും? ഇതുപോലെ ആദ്യം സബ്ജക്റ്റ് മൈ പേരൻസ് അല്ലേ. എന്താണ്? മൈ പേരൻസ് പ്ലൂറൽ ഫോം ആണ്, അതുകൊണ്ട് ഞാൻ ആർ ചേർക്കും. മൈ പേരൻസ് ആർ ഗെറ്റിംഗ്. ഓക്കെ, ഇത് കഴിഞ്ഞല്ലോ. ഈ അഡ്ജക്റ്റീവ് എന്താണ്? ഓൾഡ് അല്ലേ. മൈ പേരൻസ് ആർ ഗെറ്റിംഗ് ഓൾഡ്. അപ്പം ഞാൻ പറയാണ്, നിങ്ങൾക്ക് വയസ്സായി വരികയാണല്ലോ. യു ആർ ഗെറ്റിംഗ് ഓൾഡ്. ഓക്കെ, ഇനി അടുത്താണ്, മൂന്നാമതാണ് ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇറ്റ് ചേർക്കും. സബ്ജക്റ്റ് ഇല്ലെങ്കിൽ ഇറ്റ് ചേർക്കുക. ഓക്കെ, നമ്മൾ പറയാണ് സബ്ജക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇറ്റ് ചേർക്കണം. ഇറ്റ് എന്താണ്? സിംഗുലർ ആണ്, അതുകൊണ്ട് ഞാൻ ഈസ് ചേർക്കും. ഇറ്റ് ഈസ്. ഓക്കെ, ഇറ്റ് ഈസ്. അടുത്താണ് ഗെറ്റിംഗ്. ഇറ്റ് ഈസ് ഗെറ്റിംഗ്. ഇത് ഇരുട്ടാവുക, ഡാർക്ക്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്ക്. നമുക്ക് പെട്ടെന്ന് പോവാം, കാരണം ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കളി നിർത്താം, കാരണം ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്ക്. സോ വി ക്യാൻ സ്റ്റോപ്പ് ദ ഗെയിം. ഇനി അടുത്താണ്, അവൾക്ക് ഇൻ്റർവ്യൂവിനെ കുറിച്ച് പേടി തോന്നുന്നുണ്ട്. അപ്പോൾ പേടി തോന്നൽ ഒരു നാച്ചുറൽ പ്രോസസ് ആണ് അല്ലേ. ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ്. നമുക്ക് പറയാം അവൾക്ക് ഷീ സിംഗുലർ ആയതുകൊണ്ട് ഞാൻ ഈസ് ചേർക്കും. ഷീ ഈസ് ഗെറ്റിംഗ് അല്ലേ. എന്ത്? പേടി, നെർവസ്. അവിടെ ഇതിലുണ്ട് നെർവസ്. ഓക്കെ, അപ്പം ഷീ ഈസ് ഗെറ്റിംഗ് നെർവസ്. എന്തിനെ കുറിച്ച്? അബൌട്ട് ദ ഇൻ്റർവ്യൂ. ഓക്കെ,
അപ്പം എന്തായി? ഇങ്ങനായി, ഷീ ഈസ് ഗെറ്റിംഗ് നെർവസ് അബൌട്ട് ദ ഇന്റർവ്യൂ. ഷീ ഈസ് ഗെറ്റിംഗ് നെർവസ് അബൌട്ട് ദ ഇന്റർവ്യൂ. ഇനി അടുത്ത് നോക്കാം. ചായ തണുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ചായ തണുത്തുകൊണ്ടിരിക്കുകയാണ്. ദ ടീ നമുക്കിങ്ങനെ എഴുതാം. ദ ടീ ഈസ് ഗെറ്റിംഗ് കോൾഡ്. ഓക്കെ, ദ ടീ ഈസ് ഗെറ്റിംഗ് കോൾഡ്. ഓക്കെ, ഇനി കോഫി തണുത്തുകൊണ്ടിരിക്കുകയാണ്. ദ കോഫി ഈസ് ഗെറ്റിംഗ് കോൾഡ്. ദ കോഫി ഈസ് ഗെറ്റിംഗ്. ഓക്കെ, ഇനി അടുത്താണ്, എനിക്ക് സുഖമായി വരുന്നു. എനിക്ക് സുഖമായി വരുന്നു. ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്, അതുപോലെ തന്നെ സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ എങ്ങനെ പറയാം? ഐ ആം ഗെറ്റിംഗ് ബെറ്റർ. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, അപ്പം എങ്ങനെയുണ്ട്, ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? അപ്പം നിങ്ങൾ പറയാണ്, യാ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ. ഓക്കെ, ഐ ആം ഗെറ്റിംഗ് ഫൈൻ, ഐ ആം ഗെറ്റിംഗ് ബെറ്റർ എന്ന് പറയാം. ഇനി അടുത്താണ്, നേരം വഴുകയാണ്. അതെങ്ങനെ പറയാം? ഇത് നമുക്ക് പറയാം, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്ക്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലേറ്റ്. നേരം വഴുക, ലേറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലേറ്റ്. എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലേറ്റ്. നേരം വഴുകയാണ്, നമുക്ക് പോവാം. നേരം വൈകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പോവാം. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലേറ്റ്. ഇനി എട്ടാമത്താണ്, കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമേ പ്രോബ്ലം ഉണ്ട്, എന്നാൽ ആദ്യമേ പ്രോബ്ലംസ് ഉണ്ട്, അത് ഒന്നും കൂടി എന്തായിക്കൊണ്ടിരിക്കുകയാണ്? വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാം കാര്യങ്ങൾ, ദ തിങ്സ്. ഓക്കെ, ദ തിങ്സ് ആർ പ്ലൂറൽ ഫോം. തിങ്സ് എന്താണ്? കാര്യങ്ങൾ, പ്ലൂറൽ ഫോം ആണ്. ദ തിങ്സ് ആർ ഗെറ്റിംഗ് കൂടുതൽ എന്താ പറയും? മോർ. ദ തിങ്സ് ആർ ഗെറ്റിംഗ്. ഇവിടെ ഒരു എക്സ്ട്രാ വേർഡ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചേർത്തത്. ഓക്കെ, കൂടുതൽ. മോർ എന്താണ്? വോഴ്സ്. ഓക്കെ, മോർ വോഴ്സ്. ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? അങ്ങനെ തിങ്സ് ആർ ഗെറ്റിംഗ് ബാഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്സ് ബാഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തിങ്സ് ആർ ഗെറ്റിംഗ് മോർ വോഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യമേ പ്രോബ്ലംസുകൾ ഉണ്ട്, ആ പ്രോബ്ലംസ് ഒന്നും കൂടി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ അർത്ഥം. ദ തിങ്സ് ആർ ഗെറ്റിംഗ് മോർ വോഴ്സ്. ഇങ്ങനെ പറയുന്നത് കാര്യങ്ങൾ കൂടുതൽ രണ്ട് തവണ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പറയാം ദ തിങ്സ് ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ. ഇത് രണ്ട് തവണ. ദ തിങ്സ് ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ വോഴ്സ്. അങ്ങനെ പറയാം. ഓക്കെ, ഇനി അടുത്താണ് ഒമ്പതാമത്, പരീക്ഷയെക്കുറിച്ച് എൻ്റെ ആത്മവിശ്വാസം കൂടുന്നുണ്ട്. പരീക്ഷയെക്കുറിച്ച്, എക്സാം എന്താണ്? പരീക്ഷയെക്കുറിച്ച് എൻ്റെ ആത്മവിശ്വാസം കൂടുന്നുണ്ട്. അങ്ങനെ പറയാം, എൻ്റെ ആത്മവിശ്വാസം കൂടുന്നുണ്ട് അല്ലേ? ഐ ആം ഗെറ്റിംഗ് കോൺഫിഡൻസ്. എന്ന് വെച്ചാൽ എനിക്ക് ആത്മവിശ്വാസം വരുന്നുണ്ട്. എന്തിനെ കുറിച്ച്? അബൌട്ട് ദി എക്സാമിനെ കുറിച്ച്. അബൌട്ട് ദി എക്സാം. ഓക്കെ, ഇനി പത്താമതാണ്, ഞാൻ ശക്തനായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എനിക്ക് ശക്തി വരുന്നുണ്ട്, ഞാൻ ശക്തനാവുകയാണ്. അങ്ങനെ പറയാം. ഇവിടെ നമുക്ക് സ്ട്രോങ് ഉപയോഗിക്കാം. ഐ ആം ഗെറ്റിംഗ് സ്ട്രോങ്. എന്താണ്? എനിക്ക് ശക്തി കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ഇനി അടുത്താണ്, സ്ഥിതി എന്താണ്? ഗുരുതരമാവുകയാണ്. അപ്പൊ സ്ഥിതി എന്ന് പറയാം, സ്ഥിതി ദ സിറ്റുവേഷൻ അല്ലേ? എന്താണ്? ദ സിറ്റുവേഷൻ. എഴുതാം, ദ സിറ്റുവേഷൻ സിംഗുലർ ആണ്, ബിക്കോസ് വി കനോട്ട് കൗണ്ട്. നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഈസ് ചേർത്തു. ദ സിറ്റുവേഷൻ ഈസ് ഗെറ്റിംഗ് സീരിയസ്. ഓക്കെ, ദ സിറ്റുവേഷൻ ഈസ് ഗെറ്റിംഗ് സീരിയസ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയാറില്ലേ? ഇപ്പോൾ ആരെങ്കിലും ഹോസ്പിറ്റലാണെങ്കിൽ പറയാറുണ്ട്, സിറ്റുവേഷൻ വളരെ മോശമാണ് അല്ലേ, സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാം, ദ സിറ്റുവേഷൻ ഈസ് ഗെറ്റിംഗ് സീരിയസ്. ഇനി അടുത്താണ് 12, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യവും ശരിക്കൊരു നാച്ചുറലാണ് അല്ലേ, നാച്ചുറൽ പ്രോസസ് ആണ്. അത് നമ്മൾ എന്ത് പറയും? എങ്ങനെ പറയും? ഐ ആം ഗെറ്റിംഗ്
അല്ല, ദേഷ്യം വരിക. ദേഷ്യം എന്ന് പറയാം ആംഗ്രി. ഐ ആം ഗെറ്റിംഗ് ആംഗ്രി. ഐ ആം ഗെറ്റിംഗ് ആംഗ്രി. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഓക്കെ, എനിക്ക് വിശപ്പ് വരുന്നുണ്ടെങ്കിൽ പറയാം എനിക്ക് വിശപ്പ് വരുന്നുണ്ട്. അവിടെ എങ്കിന് പകരം ഹംഗ്രി. ഐ ആം ഗെറ്റിംഗ് ഹംഗ്രി. ഐ ആം ഗെറ്റിംഗ് ഹംഗ്രി. ഇനിയാണ് 13ാമതാണ്. എനിക്ക് കൂടുതൽ സുഖം തോന്നുന്നുണ്ട്. എനിക്ക് കൂടുതൽ സുഖം തോന്നുന്നുണ്ട്. ഞാൻ പറയാം ഐ ആം ഗെറ്റിംഗ് കൂടുതൽ. എന്താ കൂടുതൽ വേർഡിന് മോർ. MORE മോർ. ഐ ആം ഗെറ്റിംഗ് മോർ കംഫർട്ടബിൾ. ഓക്കെ മൈ ഫ്രണ്ട്സ്, അപ്പോൾ എനിക്ക് കൂടുതൽ സുഖം തോന്നുന്നുണ്ട്. ഐ ആം ഗെറ്റിംഗ് മോർ കംഫർട്ടബിൾ. അപ്പോൾ ഇതുപോലെ ഒരുപാട് സെൻറ്റൻസുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സ്വന്തമായിട്ട് സംസാരിക്കുക. സ്പീക്ക് ടു യുവർ സെൽഫ്. ക്ലിയർ? ഇനി 14, 15 ഇത് ഹോംവർക്കാണ്. ഇത് നിങ്ങൾക്ക് എഴുതണം. ഓക്കെ, യു ഹാവ് ടു റൈറ്റ് ഇറ്റ്സ് സെൻറ്റൻസ്. എന്താണ്? അവൻ മടിയനായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ മടിയനായിക്കൊണ്ടിരിക്കുകയാണല്ലോ, അല്ലേ? അവൻ മടിയനായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് വെച്ചാൽ അവൻ മടിയനായിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ഇനി നമ്മുടെ 15ാമതാണ്. ഞാൻ കൂടുതൽ ടയേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് രണ്ടാമത്. ഓക്കെ, ഒന്നാമതാണ് അവൻ മടിയനായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതാണ് ഞാൻ കൂടുതൽ ടയേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടിൻ്റെയും ആൻസർ നിങ്ങൾ എഴുതിയിട്ട് കമൻറ്റ് ബോക്സ് അയക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു എവരിവൺ.